PDF ടു CAD എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഇതൊരു കംപ്ലീറ്റഡ് വില്ല പ്രോജക്റ്റിൻ്റെ ഫ്ലോർ പ്ലാൻസ് ആണ്. ഗ്രൗണ്ട്, ഫസ്റ്റ്, റൂഫ്. ഇതിൽ എനിക്ക് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം PDF ആയി കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി പ്രിൻ്റ് ഓപ്ഷനിൽ പോവുക. പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുക. പ്രിൻ്റർ സെലക്ട് ചെയ്യുക. പ്രിൻ്റർ നെയിം നമ്മൾ DWG ടു PDF സെലക്ട് ചെയ്യുക. അവിടെ അടുത്തത് പേപ്പർ സെലക്ട് ചെയ്യുക. A3 ആണോ A4 ആണോ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. പിന്നീട് നമ്മൾ വിൻഡോ സെലക്ട് ചെയ്യുക. വിൻഡോ സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട പോർഷൻ സെലക്ട് ചെയ്യുക. ഫിറ്റ് ടു കൊടുക്കുക. അതാകുമ്പോൾ ഷീറ്റിൽ ഫിറ്റായിട്ട് വരും. പ്രിവ്യൂ ആണ് ഇത്. ഇതാണ് ആ പ്ലാൻ്റെ പ്രിവ്യൂ. ഇതിപ്പോൾ കളറിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണ്ടെങ്കിൽ നമ്മളിവിടെ എസ്കേപ്പ് അടിക്കുക. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന CTV ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. CTV സെറ്റ് ചെയ്താൽ ലൈൻ വെയ്റ്റും ടെക്സ്റ്റ്, ലൈന്, ഹാച്ച് ഒക്കെ സെപ്പറേറ്റ് ലൈൻ വെയ്റ്റിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഞാനിവിടെ ഓരോ പ്രൊജക്റ്റിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന CTV ആണ്. ഓരോ CTV ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ നെയിം കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. CTV എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. ഇതിപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാത്തതുകൊണ്ട് മോണോക്രോം കൊടുക്കാം. മോണോക്രോം CTV എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. CTV എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയാത്തവർക്കായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. കമൻറ്റ് ചെയ്താൽ മതി. പോർട്രേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഷീറ്റിന് ഫിറ്റായിട്ട് വരും. CTV മോണോക്രോം സെറ്റ് ചെയ്തു. ഇനി ഒന്നുകൂടെ നമ്മൾ പ്രിവ്യൂ നോക്കാം. ഇതാണ് ഡ്രോയിങ്ങിൻ്റെ പ്രിവ്യൂ. ഇനി ഇതിനെ നമുക്ക് PDF ആക്കി എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. PDF ആക്കി സേവ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്ലോട്ട് കൊടുക്കുക. സേവ് ചെയ്യേണ്ട ഡെസ്റ്റിനേഷൻ പാത്ത് ഏത് ഫോൾഡറിലാണ് നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിൽ ഫയൽ നെയിം നമ്മുടെ ഡ്രോയിങ് ഫയലിൻ്റെ നെയിം തന്നെയായിരിക്കും വരിക. അതിൽ എന്ത് പേര് ഉണ്ടെങ്കിലും 1 PDF എന്നോ എന്തെങ്കിലും കൊടുക്കാം. എന്നിട്ട് സേവ് കൊടുക്കാം. PDF ഫയൽ, ഇതിൻ്റെ PDF ഫയൽ CADനെ PDF ആയി കൺവേർട്ട് ചെയ്ത ഫയലാണിത്. AutoCAD റിലേറ്റഡ് വീഡിയോ ഇനിയും വരുന്നതായിരിക്കും.